നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സെപ്റ്റംബർ 8 മുതൽ സെപ്റ്റംബർ 14 വരെയുള്ള ഒരാഴ്ച ഓരോ കൂറുകാർക്കും എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം മേടക്കൂറ്, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴവും ശനിയും ഇഷ്ടഭാവങ്ങളിലാണ്, ധനം വരുന്ന ഭാവങ്ങളിലാണ്. ചൊവ്വയും 2-ൽ നിൽക്കുന്നുണ്ട്. ജന്മലഗ്നാധിപൻ തന്നെ പോയി ചൊവ്വ 2-ൽ നിൽക്കുന്നത് കൊണ്ട് ധനപരമായ കാര്യത്തിൽ ഇവർക്ക് കൂടുതൽ നേട്ടം കാണുന്നുണ്ട്. എന്നാൽ ശുക്രൻ്റെ 6-ലെ നില ഇവരെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലതല്ല. കാരണം ശുക്രൻ 6-ൽ സഞ്ചരിക്കുമ്പോൾ ദാമ്പത്യത്തിന് പ്രശ്നമാണ്. കാലപുരുഷ ജാതകത്തിൽ 6-ാം ഭാവത്തിലെ ശുക്രൻ്റെ നില എന്ന് പറഞ്ഞത് നീചസ്ഥാനമാണ്. അപ്പോൾ ശൃംഗാരാദി വിഷയങ്ങളിൽ താല്പര്യം കുറയാം. അതായത് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത് ചിലപ്പോൾ വിവാഹ ജീവിതത്തിലായാലും ശരി, അതല്ല പ്രണയ ജീവിതത്തിലായാലും ശരി സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികളുടെ വിവാഹ ജീവിതമോ അല്ലെങ്കിൽ പ്രണയ ജീവിതമോ ഒഴിച്ചുള്ള കാര്യങ്ങൾക്ക് പൊതുവെ ഗുണമാണ്. അതായത് ബൗദ്ധികമായ കാര്യങ്ങൾ, സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മേഖലകളിൽ, ക്രിയാത്മകമായ മേഖലകളിൽ, അത് കലാരംഗത്തായാലും ശരി, അത് ഒഴിച്ചുള്ള കായിക രംഗത്തായാലും ശരി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തങ്ങളുടെ ഇഷ്ടഭാവങ്ങളിൽ, ഇഷ്ട പ്രദേശങ്ങളിലായാലും ശരി. ഇപ്പോൾ ഒരാൾ ഒരു സാധാരണ ജോലി ചെയ്യുന്നു, ആ ജോലിയിൽ അങ്ങേയറ്റം ബുദ്ധി വൈഭവത്തോടുകൂടി ക്രിയാത്മകതയോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് ധനപരമായ നേട്ടവും ഉണ്ടാകുന്നു. എന്നാൽ വശ്യതയാർന്ന പ്രണയ കാമ ബന്ധങ്ങളിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ പ്രണയബന്ധങ്ങളിലോ വിവാഹബന്ധങ്ങളിലോ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം മറ്റൊന്ന് രോഗാതുരമായ ചില അവസ്ഥകളാണ്. പ്രത്യേകിച്ചും അടിവയറ്, പ്രത്യുൽപാദന അവയവങ്ങൾ, അതുപോലെ പൈൽസ് സംബന്ധമായ അസുഖങ്ങൾ, ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ, ഉദര സംബന്ധമായ രോഗങ്ങൾ, ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പുളിച്ചുതകട്ടൽ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാം. നവരസങ്ങളിൽ അല്ലെങ്കിൽ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ രസവും ഭാവവും നൽകിയിട്ടുണ്ട്. അതിനെ ശുക്രന് പുളി ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശുക്രൻ മോശപ്പെട്ട സ്ഥലത്ത് നിന്നാൽ പുളിയുമായി ബന്ധപ്പെട്ട് ശരീരത്തിന്, ഉദരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണാം. പിന്നെ ദാമ്പത്യം, അതുപോലെ പ്രണയം, കാമം, സൗന്ദര്യം, ഇതെല്ലാം ശുക്രനെ കൊണ്ട് ചിന്തിക്കണം. അപ്പോൾ പ്രണയത്തിനും കാമത്തിനുമൊക്കെ ആധാരമായ സൗന്ദര്യവും സ്നേഹവും ഒക്കെ ഒരു പക്ഷേ ഈ ഒരു സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിലോ കലഹങ്ങളിലോ പരസ്പരമുള്ള മാറി നിൽക്കലുകളിലോ സൗന്ദര്യപ്പിണക്കത്തിലോ ഒക്കെ കലാശിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബാക്കി പ്രവർത്തന വിജയം, സാമ്പത്തിക നേട്ടം, വിദേശവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ ഒരാഴ്ച മാറ്റിവെക്കേണ്ടിയൊക്കെ വന്നേക്കാം. അല്ലെങ്കിൽ സെപ്റ്റംബർ പകുതിക്ക് ശേഷമായിരിക്കാം അത് കുറച്ചുകൂടി സജീവമാകുക. അതുവരെ യാത്ര എന്നും അത്ര നല്ലതല്ല, അല്ലെങ്കിൽ യാത്ര കൊണ്ട് പ്രത്യേകിച്ച് ഗുണം കാണുന്നില്ല. എന്നാൽ ഇതൊന്നും തന്നെ ഇവരുടെ വരുമാന കാര്യത്തിനോ ജോലി സംബന്ധമായ കാര്യത്തിനോ തടസ്സം കാണുന്നില്ല. ശുക്രനെ വ്യാഴം വീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ ദോഷങ്ങൾ ഉണ്ടാകില്ല. എന്നാലും ശുക്രനെ വ്യാഴം വീക്ഷിക്കുന്നത് വഴി ദാമ്പത്യ സംബന്ധമായോ പ്രണയ സംബന്ധമായ കാര്യത്തിൽ വലിയ മാറ്റം ഉണ്ടാകില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 8, 9 ഉച്ചവരെ, ശേഷം 14 ആണ് നല്ല ദിവസങ്ങൾ. അടുത്തത് ഇടവക്കൂർ. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി നക്ഷത്രം, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും കഴിഞ്ഞ കുറച്ചു കാലമായി ഏതെങ്കിലും വിധത്തിൽ തടയപ്പെട്ട് കിടന്നിരുന്ന ഇവരുടെ പ്രോജക്റ്റുകളോ അല്ലെങ്കിൽ ജോലിയോ അതല്ലെങ്കിൽ വിരഹമോ മറ്റു പ്രശ്നങ്ങളോ ഒക്കെ അവരുടെ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ താൽക്കാലികമായിട്ട് ഒരു മാറ്റം കാണുന്നു. പ്രത്യേകിച്ചും ഇവരെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങളുടെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടോ അവരുടെ ദാമ്പത്യ സംബന്ധമായ കാര്യങ്ങളിലോ ഒക്കെ പ്രത്യാശ നൽകുന്ന വാർത്തകൾ കേൾക്കുന്നു. വിവാഹത്തിന് കാലതാമസം ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്ന് മാറ്റമുണ്ടാകാം. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം, ഇവരുടെ ജീവിതത്തിൽ തന്നെ ഇപ്പോൾ ഇവർക്കും കർമ്മരംഗത്ത് കൂടുതൽ ശോഭിക്കാൻ സാധിക്കത്തക്കവണ്ണം മനസ്സ് തയ്യാറാവുന്നു. അതായത് ഏതെങ്കിലും തരത്തിൽ മനസ്സിനെ ബന്ധിച്ചിരുന്ന ചില മടികൾ, ചില ആലസ്യങ്ങളൊക്കെ മാറിക്കിട്ടുന്നതായിട്ട് കാണുന്നു. പ്രവർത്തനങ്ങളിൽ വിജയം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും മാസത്തിൻ്റെ പകുതി വരെ ഇവരുടെ കർമ്മരംഗത്ത് നന്നായി ശോഭിക്കാൻ സാധിക്കുന്നു. 10-ാം ഭാവത്തിലേക്കുള്ള സൂര്യൻ്റെ ദൃഷ്ടി ഇവർക്ക് വളരെ ഗുണമാണ്. ശനിയും സൂര്യനും പരസ്പരം വീക്ഷിക്കുന്നുണ്ടെങ്കിലും സൂര്യൻ ഇവിടെ സ്വന്തം രാശിയിൽ നിന്നുകൊണ്ട് നോക്കുന്നത് ഇവർക്ക് എന്തായാലും കർമ്മരംഗത്ത് ശോഭിക്കാൻ സാധിക്കും. മേലധികാരികളുമായും സഹപ്രവർത്തകരുമായി നന്നായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുകയും ഈഗോലെസ് ആയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളിലൂടെ കൂടെ ഇവർക്ക് കർമ്മരംഗത്ത് ശോഭിക്കാൻ സാധിക്കുകയും ചെയ്യും. സാമ്പത്തികമായ നേട്ടവും കാണുന്നുണ്ട്. എന്നാൽ കർമ്മരംഗത്ത് വെല്ലുവിളികൾ ഇല്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം ശനി ഇപ്പോഴും 10-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഇടവക്കൂറിന്. അതുകൊണ്ട് തന്നെ
എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ കൂടുതൽ ഉത്തരവാദിത്വങ്ങളോ ആ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി നിറവേറ്റാനുള്ള പങ്കപ്പാടോ ഒക്കെ തീർച്ചയായിട്ടും ഇവർക്കുണ്ടാകാം, അതില്ല എന്ന് പറയുന്നില്ല. ബാക്കി ഗ്രഹങ്ങളുടെ സൗമ്യഭാവങ്ങളിലെ നില ഇവർക്ക് അതിന് സഹായകമായി വരും, മാറ്റമുണ്ടാകും. ജന്മത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയും അതുപോലെ തന്നെ വ്യാഴവും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ഇവർ പ്രത്യേകം ഊന്നൽ കൊടുക്കണം എന്ന് പറയുന്നു. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണം. സാഹസിക കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി ചെയ്യണം, അല്ലെങ്കിൽ അത്തരം കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ശാരീരികമായ അവശത കാണുന്നുണ്ട്. ഉയരങ്ങളിൽ നിന്നുള്ള വീഴ്ചയോ അതുപോലെ നിലത്ത് തന്നെ തെന്നി വീഴാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. എല്ല് പൊട്ടുക, മജ്ജ ചോർന്നു പോവുക, രക്തം വാർന്നു പോവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുന്നു. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ശുക്രൻ്റെ നില മോശപ്പെട്ട അവസ്ഥ നിൽക്കുന്നത് കൊണ്ട് ഇവർക്കും നീചഭാവം ശുക്രൻ ഉള്ളതുകൊണ്ട് ശുക്രൻ്റെ ബലം കുറയും. ശുക്രൻ്റെ ബലം കുറയുമ്പോൾ ശൃംഗാരാദി വിഷയങ്ങളിലെ താല്പര്യം കുറയും. മാത്രമല്ല ചൊവ്വ ആത്മസ്ഥാനത്ത് ജന്മസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് കോപിച്ച് ഏറ്റവും വേണ്ടപ്പെട്ടവരെ പോലും ഏറ്റവും ഇഷ്ടപ്പെടുന്നവരെ പോലും എതിർ സെക്സിലുള്ള തങ്ങളുടെ ബന്ധങ്ങളെപ്പോലും ഉലയ്ക്കുന്ന വിധമുള്ള വർത്തമാനം പറച്ചിലോ അത്തരത്തിലുള്ള വളരെ ടെമ്പേർഡായിട്ടുള്ള പെരുമാറ്റമോ ഒക്കെ കൊണ്ട് ചിലപ്പോൾ ബന്ധങ്ങളിൽ ചില വിള്ളലുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് സൗമ്യമായി പെരുമാറാൻ പരമാവധി ശ്രമിക്കുക. ജീവിത പങ്കാളിയുമായി അകന്നു നിൽക്കേണ്ടിയൊക്കെ വന്നേക്കാം. എന്നാലും പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം ബുധൻ്റെ നിലയും ഒക്കെ ഗുണമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ സാമ്പത്തികമായ നേട്ടം, കർമ്മരംഗത്ത് കൂടുതൽ നന്നായി ശോഭിക്കാൻ സാധിക്കുക, ഇതൊക്കെ കാണുന്നു. അമ്മയുമായി ബന്ധപ്പെട്ട് ശാരീരികമായ അവശത അമ്മയ്ക്കുണ്ടെങ്കിലും അമ്മയിൽ നിന്ന് ചില ആനുകൂല്യങ്ങൾ ധനപരമായിട്ടുള്ള കാര്യങ്ങളിലോ മറ്റ് സാങ്കേതിക സഹായങ്ങളിലോ സഹകരണമൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും മാതൃകുടുംബത്തിൽ നിന്ന് ഗുണം, അമ്മാവന്മാരുമായി ഗുണം, ഇഷ്ടദേവതയെ പൂജിക്കുന്നത് വഴി മനസ്സിന് സമാധാനമുണ്ടാവുക, അത്തരം ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക തുടങ്ങിയവയൊക്കെ കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം പുതിയ വാഹനത്തിൻ്റെ സ്കോപ്പ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ചെറിയ ചില മാറ്റങ്ങൾ, വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിർമ്മാണത്തിനോ മറ്റു കാര്യങ്ങളിലോ ഒക്കെ ഇവർക്ക് പുതിയ ചില സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ ഇടവരുന്നു. എന്തായാലും ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 8, 9, 10, 11 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് മകയിരത്തിൻ്റെ രണ്ടാമത്തെ പകുതി, തിരുവാതിര നക്ഷത്രം, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ആഴ്ചയുടെ തുടക്കത്തിൽ ഇവർക്ക് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചെറിയ ചില അവശതകൾ ഉണ്ടാകുമെങ്കിലും തൊട്ടടുത്ത ദിവസങ്ങൾ, അതായത് ചൊവ്വ തൊട്ട് അങ്ങോട്ട് ഇവർക്ക് ഗുണമാണ് കാണുന്നത്. പ്രത്യേകിച്ചും കർമ്മരംഗത്തുള്ള തടസ്സങ്ങൾ മാറുന്നു, ജോലിയിലെ ചെറിയ ചില വൈമുഖ്യങ്ങൾ മാറുന്നു, പ്രവർത്തന രംഗം അതുകൊണ്ട് കൂടുതൽ സുഗമമാകുന്നു. കിട്ടാനുണ്ടായിരുന്ന പണം, അത് ചിലപ്പോൾ സാലറിയുടെ കാര്യത്തിലായാലും ശരി, അല്ലെങ്കിൽ പ്രവർത്തിച്ച ഏത് താൽക്കാലിക പ്രോജക്റ്റിലായാലും ശരി, അതിനെന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നെങ്കിൽ അത് മാറിക്കിട്ടുന്നു, പണം ഇവരുടെ കൈകളിലേക്ക് എത്തുന്നു. ശത്രു പോലും മിത്രമായി വരുന്നൊരവസരം കാണുന്നു. അതുകൊണ്ട് ചിലപ്പോൾ ഒരുമിച്ച് തുടങ്ങാൻ പ്ലാൻ ചെയ്തിരുന്ന ചില കാര്യങ്ങൾ ഏതെങ്കിലും കുരുക്കിൽപ്പെട്ട് കിടക്കുകയായിരുന്നെങ്കിൽ അതിന് മാറ്റം വരുന്നതായിട്ട് കാണുന്നു. സഹവർത്തിത്വം വളരെ നന്നായി ഇവർക്കിപ്പോൾ ഗുണം ചെയ്യുന്നു. എല്ലാവരുമായി നല്ല രീതിയിൽ ഇടപഴകാൻ സാധിക്കുന്നു. 6ാം ഭാവം ശത്രുഭാവം എന്ന് പറയുമ്പോൾ സ്വന്തം മനസ്സ് തന്നെ ചില കാര്യങ്ങളിൽ വിലങ്ങുതടിയായി നിൽക്കുന്നത് മാറാൻ സാധിക്കുന്നു. കുറച്ചുകൂടെ ഉദാരമതിയാകുന്നു. എല്ലാവരോടും നന്നായി പെരുമാറാനൊക്കെ ശ്രമിക്കുന്നത് കൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് പോകുന്നു. അതുകൊണ്ട് ആഴ്ചയിൽ പ്രത്യേകിച്ച് ചൊവ്വാഴ്ച മുതൽ ഇവർക്ക് കൂടുതൽ അനുയോജ്യമാണ്. സാമ്പത്തികമായ ലാഭം, പ്രവർത്തനങ്ങളിൽ വിജയം, രോഗങ്ങളിൽ നിന്ന് മുക്തി, അത് മാനസികമായാലും ശാരീരികമായാലും അതിൽ നിന്നൊരു മാറ്റം കാണുന്നുണ്ട്. ശരീരത്തിന് ഉന്മേഷവും ഊർജ്ജസ്വലതയും മനസ്സിൻ്റെ ഒരു പ്രവർത്തനശേഷിയുമൊക്കെ കൂടുതൽ വർദ്ധിക്കുന്നത് കൊണ്ട് ഇവർക്ക് കർമ്മരംഗത്ത് നന്നായി ശോഭിക്കാൻ സാധിക്കുന്നു. സാമ്പത്തികമായ ലാഭവും ഉണ്ടാകുന്നു. ആഴ്ചയുടെ മധ്യഭാഗത്തിന് ശേഷം, പ്രത്യേകിച്ച് ചൊവ്വാഴ്ചയ്ക്ക് ശേഷം ഇവർക്ക് അങ്ങോട്ട് ഗുണമാണ്. പ്രവർത്തനങ്ങളിൽ വിജയം, സാമ്പത്തിക നേട്ടം, യാത്ര കൊണ്ട് ഗുണം, ശത്രുമിത്ര ഭേദമന്യേ എല്ലാവരോടും നന്നായി ഇടപഴകാൻ സാധിക്കുന്നൊരവസ്ഥ. അതുകൊണ്ട് തന്നെ ശത്രുക്കളും അപഹാസ്യതകളും വിമർശനങ്ങളുമൊക്കെ ഇവരിൽ നിന്ന് വിട്ടുമാറുന്നതായിട്ട് കാണാം. പല്ല് അല്ലെങ്കിൽ മൂക്ക് സംബന്ധമായിട്ടോ ചെവി സംബന്ധമായോ ചെറിയ ചില അവശതകൾ വരാനൊരു സാധ്യത കാണുന്നുണ്ട്. വയറിനും ചെറിയൊരു പ്രശ്നം കാണുന്നു. ഇതുമാത്രമാണ് ഇവർക്ക് ചെറിയതായിട്ടെങ്കിലും രോഗാവസ്ഥ കാണുന്നത്. തുടക്കത്തിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കശപിശയോ പ്രശ്നങ്ങളോ, അത് മുതിർന്നവരാണെങ്കിൽ അഭിപ്രായ വ്യത്യാസം, ചെറിയ കുട്ടികളാണെങ്കിൽ എന്തെങ്കിലും അവരെ ചൊല്ലി ശാരീരികമായ പ്രശ്നങ്ങളെ ചൊല്ലി മനോവിഷമം, ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 9-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 10, 11, 12, 13 ഗുണമുള്ള ദിവസങ്ങളാണ് താരതമ്യേന. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ഇവരുടെ
ശാരീരികമായ അവശത തന്നെയാണ്. അഷ്ടമം എന്ന് പറയുന്നത് ആയുസ്സിൻ്റെ സ്ഥലമാണ്. ആയുസ്സിന് പ്രധാനമായും ശരീരവും മനസ്സും ഒരുപോലെ നന്നായിരിക്കണം, ഊർജ്ജസ്വലമായിരിക്കണം. ശരീരത്തിനോ മനസ്സിനോ ക്ഷതമേറ്റാൽ രോഗിയായി. അപ്പോൾ സ്വാഭാവികമായും അഷ്ടമം ആരോഗ്യ സംബന്ധത്തെ കൂടുതലായി സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ തടസ്സത്തെ സൂചിപ്പിക്കുന്നു. ശരീരത്തിനൊരു പ്രശ്നം വന്നാൽ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുന്നു, ദൈനംദിന കർമ്മങ്ങളെല്ലാം തന്നെ തടസ്സപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായും തടസ്സം ആരോഗ്യവുമായി ബന്ധപ്പെട്ട് തന്നെ ചിന്തിക്കണം. അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രക്കാർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ആഴ്ചയുടെ ഫലം നോക്കുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തെ ഒരു 3-4 ദിവസങ്ങൾ മാതൃകുടുംബത്തിൽ നിന്നുമൊക്കെ ഇവർക്ക് അവരെ ബുദ്ധിമുട്ടിക്കുന്നതോ അവരുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുന്നതോ കാണുന്നുണ്ട്. മൊത്തത്തിൽ മനസ്സ്, ശരീരം ഇതൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഒറ്റപ്പെടുകയോ മാനസികമായി വ്യഥ അനുഭവിക്കുകയോ ചെയ്യുന്നൊരവസ്ഥ കാണുന്നു. എന്നാൽ ആഴ്ചയുടെ പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം, അതായത് ബുധനാഴ്ചയോട് കൂടി ഇവർക്ക് കൂടുതൽ ഗുണകരമായൊരു അവസ്ഥ കാണുന്നുണ്ട്. പഴയ കാര്യങ്ങളെല്ലാം പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരിക, ആരോഗ്യമായാലും സാമ്പത്തിക സ്ഥിതിയായാലും തിരിച്ചു വരിക, കർമ്മരംഗത്ത് തങ്ങളുടെ ജോലിസ്ഥലത്ത് കൂടുതൽ നന്നായി പ്രവർത്തിക്കാൻ സാധിക്കുക, തങ്ങളുമായി അഭിപ്രായ വ്യത്യാസം മൂലം കലഹിച്ചു മാറി നിന്നിരുന്നവർ തിരികെ വരിക, നല്ല രീതിയിൽ സൗഹാർദ്ദങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുക, ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും മാറുക, പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് സ്നേഹത്തോടുകൂടി പോകാൻ സാധിക്കുക, അങ്ങനെ കുറേ ഗുണങ്ങൾ കാണുന്നു. കിട്ടാനുണ്ടായിരുന്ന പണം ആഴ്ചയുടെ ഏകദേശം പകുതി ദിവസങ്ങൾ വരെയും അതിന് എന്തെങ്കിലും അമാന്തമുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറുന്നു. അതുപോലെ ഈ നക്ഷത്രക്കാർ ആർക്കെങ്കിലും പണം കൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ അതും ബുധനാഴ്ചയ്ക്ക് ശേഷം കൂടുതൽ നന്നായി കൊടുക്കാനൊക്കെ സാധിക്കുന്നു. കടബാധ്യതയിൽ നിന്ന് മോചനം എന്നൊക്കെ പറയാം. തീർച്ചയായിട്ടും ചില രോഗങ്ങളിൽ നിന്നുമൊക്കെ താൽക്കാലികമായിട്ടെങ്കിലും ഇവർക്ക് ആശ്വാസം ഉണ്ടാകുന്നു. അതുകൊണ്ട് പൊതുവെ ആഴ്ചയുടെ പകുതിക്ക് ശേഷം കർക്കിടകക്കൂറിന് ഗുണകരമായ അവസ്ഥയാണ്. എങ്കിലും അഷ്ടമത്തിൽ ശനിയുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക, പ്രാർത്ഥിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 12, 13, 14 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഞാൻ നേരത്തെ തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, കണ്ടകശനി, അഷ്ടമത്തിൽ രാഹു, 2-ൽ കേതു, ഇതൊക്കെ ഉള്ളത് കൊണ്ട് ശ്രദ്ധിക്കണമെന്ന്. ഇപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ശുക്രൻ നിൽക്കുന്നത് 2-ലാണ്. ശുക്രൻ 2-ൽ സഞ്ചരിക്കുന്നതിനാൽ സ്വാഭാവികമായിട്ടും ഇവർക്ക് നല്ല രീതിയിൽ ആളുകളോട് ജോലി സ്ഥലത്ത് ഇടപഴകാൻ സാധിക്കുന്നു. ധനഭാവം കൂടിയായതിനാൽ സാമ്പത്തികമായി നല്ല നേട്ടമുണ്ടാകുന്നു. അതുപോലെ തന്നെ തങ്ങളുടെ മുഖം, സൗന്ദര്യം, തങ്ങളുടെ പെർഫോമൻസ്, തങ്ങൾ മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന ഒരു ഇംപ്രഷൻ, അതൊക്കെ കൂടുതൽ സൗന്ദര്യാത്മകമാകുന്നു. അതുകൊണ്ട് തന്നെ ആളുകളുടെ വിശ്വാസ്യതയും ആരാധനയും ഏറ്റുവാങ്ങാൻ സാധിക്കുന്നു. കലാകാരന്മാരാണെങ്കിൽ കൂടുതൽ നന്നായി അവരുടെ കലാപ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നു. അതല്ല മറ്റേതെങ്കിലും കഴിവുകൊണ്ട് ജീവിക്കുന്നവരാണെങ്കിൽ അതിലും അവർക്ക് തിളങ്ങാൻ സാധിക്കുന്നു. ഇതൊന്നുമല്ല സാധാരണ ജോലി ചെയ്ത് നിൽക്കുന്നവർക്ക് പോലും അവരുടേതായ രീതിയിൽ ശോഭിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ കർമ്മരംഗത്ത് വിജയവും സാമ്പത്തിക ലാഭവും കാണുന്നു. വ്യക്തിബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാവുന്നു. തങ്ങളുടെ വാക്കുകളിൽ മറ്റുള്ളവർക്ക് കൂടുതൽ വിശ്വാസ്യവും ബലവും തോന്നുന്നു. വീട്ടിൽ നല്ല സമാധാനവും ഒക്കെ ഉണ്ടാകുന്നു. പൊതുവെ ഇവർക്ക് സാമ്പത്തിക നേട്ടമുണ്ട്. എന്നാൽ 7-ൽ സഞ്ചരിക്കുന്ന കണ്ടകൻ ഇവരുടെ ജീവിത പങ്കാളിയുടെ വിഷമത്തെയാണ് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മനോവിഷമം ജീവിത പങ്കാളിക്കുണ്ടാകാം, അല്ലെങ്കിൽ അവരെ ചൊല്ലി ഇവർക്കുണ്ടാകാം. അവരിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ അകന്നു നിൽക്കേണ്ടതായി വരാം. അതൊക്കെയാണ് ഇപ്പോഴത്തെ ഇവരുടെ പ്രശ്നങ്ങൾ. പിന്നെ അഷ്ടമത്തിലെ രാഹു ഓർക്കാപ്പുറത്തുണ്ടാകുന്ന ഇവരുടെ രോഗബാധകളും അതുപോലെ തന്നെ സംശയവും അപഹാസ്യതയുമാണ്. മറ്റുള്ളവരുടെ ചില വിമർശനങ്ങളിൽ നിന്നൊക്കെ ഇവർക്ക് മനോവിഷമം ഉണ്ടാക്കുന്നൊരവസരം കാണുന്നുണ്ട്. ഏത് വിധേനയെങ്കിലും ഒരു വ്യഥ ഇതൊക്കെ ഉണ്ടെങ്കിലും ഗുണങ്ങളുണ്ടെങ്കിലും ഇവരെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, അങ്ങേയറ്റം കരുതലോടുകൂടി നടക്കുക. അഷ്ടമവും 7-ഉം എപ്പോഴും ശ്രദ്ധിക്കേണ്ട 2 ഭാവങ്ങളാണ്. 7 ലഗ്നത്തിൻ്റെ, അതായത് ജന്മരാശിയുടെ നേരെ എതിരെ നിൽക്കുന്നതായതിനാൽ അവിടെ എന്തു സംഭവിച്ചാലും ഗുണമാണെങ്കിൽ ഗുണം, നാശമാണെങ്കിൽ നാശം. അപ്പോൾ 7-ൽ നിൽക്കുന്നത് ഒരു പാപഗ്രഹമാണ്. അതുകൊണ്ട് അതിൻ്റേതായ ദോഷങ്ങൾ ജീവിതത്തിൽ, ശരീരത്തിലും മനസ്സിലും ഒരുപോലെ ബാധിക്കാം. അത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളുക. വ്യാഴത്തിൻ്റെ 10-ലെ നില മാത്രമാണ് ഗുണം. അതുപോലെ ശുക്രൻ്റെ 2-ലെ നിലയും ഗുണമാണ്. സൂര്യൻ ജന്മത്തിലാണ് നിൽക്കുന്നത്, അതുകൂടി മനസ്സിലാക്കണം. അപ്പോൾ ശരീരത്തിൽ ചൂട് കൂടാം, അല്ലെങ്കിൽ വലിയ തോതിൽ മാനസിക വിഷമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. കണ്ണ്, ഹൃദയം, ഞരമ്പുകളൊക്കെ സൂക്ഷിക്കുക. പിതാവിനോ പിതൃതുല്യരായ വ്യക്തികൾക്കോ ദോഷവും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 8, 9 നല്ല ദിവസമാണ്. 8, അത് കഴിഞ്ഞ് 9 ഉച്ചവരെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 14-ാം തീയതിയും നല്ലതാണ്.
അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ചെറിയ ചില കലഹങ്ങളോ പ്രശ്നങ്ങളോ വീട്ടിലോ അയൽവക്കത്തോ ഒക്കെ ഉണ്ടാകാമെങ്കിലും തൊട്ടടുത്ത ദിവസം തൊട്ട് അതിന് വലിയ ഗുണം കാണുന്നു. പ്രത്യേകിച്ചും ചൊവ്വാഴ്ച മുതൽ വലിയ ഗുണം കാണുന്നുണ്ട്. മനസ്സിൻ്റെ കലഹ സ്വഭാവമൊക്കെ മാറി തങ്ങളുടെ കർമ്മമേഖലയിൽ നന്നായി ശോഭിക്കാൻ സാധിക്കുന്ന ഒരവസരമാണ് കാണുന്നത്. നന്നായി ജോലി ചെയ്യുക, പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ പ്രസരിപ്പും കഴിവും കാണിക്കുക, ആത്മാർത്ഥതയും കാണിക്കുക. അത് സാമ്പത്തിക നേട്ടമായി മാറുന്നു. പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകുന്നു. സഹോദരന്മാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നൊക്കെ ഗുണമുണ്ടാകുന്നു. ഈശ്വരാധീനത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം ഇവർക്കുണ്ടാകുന്നത് ചൊവ്വാഴ്ചയ്ക്ക് ശേഷമാണ്. സാമ്പത്തികമായ നേട്ടമാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. പെട്ടെന്നെടുക്കുന്ന ചില തീരുമാനങ്ങൾ ഇവരുടെ ജീവിതത്തിലും കർമ്മത്തിലും, അതായത് പ്രവർത്തന രംഗത്തുമൊക്കെ വലിയ ഗുണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. സാമ്പത്തികമായ നേട്ടവും കാണുന്നുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസം സന്താനങ്ങളെ ചൊല്ലി ചെറിയ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ചിലപ്പോൾ അവരുടെ പഠന സംബന്ധമായ കാര്യങ്ങളിലോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലോ ആവാം. ചിലപ്പോൾ പ്രായപൂർത്തി എത്തിയ പെൺമക്കളൊക്കെ ആണെങ്കിൽ അവരുടെ വിവാഹ സംബന്ധമായ കാര്യത്തിലും ചെറിയ ചില മനോവിഷമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പെൺമക്കളിൽ ചിലരുടെ പ്രണയ ബന്ധങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും ചിലർക്കെങ്കിലും ഈ നക്ഷത്രക്കാർക്ക് ബാധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിവാഹവുമായി ബന്ധപ്പെട്ട് ചില യാത്രകൾ നടത്തേണ്ടി വന്നേക്കാം. ഈ നക്ഷത്രക്കാരോ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും ആശ്രിതർക്കോ ഒക്കെ വേണ്ടിയിട്ടാകാം അത്. പൊതുവേ ആഴ്ചയുടെ പ്രത്യേകിച്ചും ചൊവ്വാഴ്ചയ്ക്ക് ശേഷം സാമ്പത്തിക നേട്ടവും പ്രവർത്തന വിജയവും കാണുന്നു. എന്നാൽ കുടുംബത്തിൽ ഉണ്ടാകാവുന്ന ചെറിയ ചില പ്രശ്നങ്ങൾ അത് സന്താനങ്ങളുമായിട്ടാണ്. അത് പക്ഷേ താൽക്കാലികം മാത്രമാണ്. അതിൽ നിന്നുമൊക്കെ നല്ല മോചനം കാണുന്നുണ്ട്. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കുക. സ്വന്തം വികാരത്തിൻ്റെ ആധിക്യത്താൽ ഉണ്ടാകുന്ന ചില മോശപ്പെട്ട വാക്കുകൾ പുറത്തേക്ക് വരാൻ സാധ്യത. അത് ഏറ്റവും അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ചിലപ്പോൾ അയൽപക്കത്തെയും ഒക്കെ ശല്യപ്പെടുത്തിയേക്കാം. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. പൊതുവെ ഗുണകരമെന്ന് വിശേഷിപ്പിക്കാം ഈ രണ്ട് കാര്യങ്ങൾ മാറ്റിവെച്ചാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം, അതായത് കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ ഇവർക്കും ഈ ശാരീരികമായിട്ടൊക്കെ കുറച്ച് ഗുണമുണ്ട്. അത് ഞാൻ എടുത്തു പറയുന്നു. അവരുടെ വ്യക്തിത്വത്തിലൊക്കെ കുറച്ചുകൂടി സൗന്ദര്യാത്മകത കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ആളുകളുടെ ഇംപ്രഷനൊക്കെ ഉണ്ടാവും. വാക്ക് മാത്രം ശ്രദ്ധിക്കുക തുടക്ക ദിവസങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 9-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 10, 11 ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. 7-ാം ഭാവത്തിൽ ഒരു ഗ്രഹവുമില്ല, അത് പോയി 8-ൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ശുക്രൻ 12-ൽ, വ്യാഴം 6-ൽ, വ്യാഴം 8-ൽ. അപ്പോൾ ഇതെല്ലാം തന്നെ 8-ൽ നിൽക്കുന്ന വ്യാഴവും ചൊവ്വയും ഇതൊക്കെ തന്നെ തുലാക്കൂറുകാർ ശ്രദ്ധിക്കണം. കുറച്ച് നാളായിട്ട് ഞാൻ പറയുന്നുണ്ട്. കാരണം ഇനി സെപ്റ്റംബർ മാസം, ഒക്ടോബർ മാസത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ മാത്രമേ ചൊവ്വ മാറുന്നുള്ളൂ. ചൊവ്വ 8-ൽ നിൽക്കുന്ന അത്ര നല്ലതല്ല. അതും 7-ാം ഭാവാധിപൻ 8-ൽ വന്ന് നിൽക്കുമ്പോൾ കുടുംബവുമായി ബന്ധപ്പെട്ടൊക്കെ ചെറിയ കലഹമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് അതൊന്നും മാരകമാകില്ല എന്ന് ചിന്തിക്കണം. ശുക്രനും 12-ൽ പോയി നിൽക്കുകയാണ്. 12-ാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ ഒന്ന്, ദാമ്പത്യവുമായി ബന്ധപ്പെട്ട് ചില നഷ്ടബോധങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ ദാമ്പത്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സജീവമായ പങ്കെടുക്കൽ പുരുഷന്മാർക്കോ അല്ലെങ്കിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്കോ അല്ലെങ്കിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്കോ അവരുടെ ജീവിത പങ്കാളികളുമായി ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ ഏതെങ്കിലുമൊക്കെ കർമ്മരംഗത്ത് വളരെ ആത്മാർത്ഥമായി ഇടപെട്ടാലും, അത് വീട്ടിലായാലും ശരി പുറത്തായാലും ശരി സമൂഹത്തിലായാലും ശരി, ഒടുവിൽ ചില വിമർശനങ്ങളോ ചില പരിഹാസങ്ങളോ ഏറ്റുവാങ്ങേണ്ടി വരും ഈ നക്ഷത്രക്കാർ ഇപ്പോൾ ഈ ഒരാഴ്ചയിൽ. അത് വളരെ ശ്രദ്ധിക്കണം. എപ്പോഴുമല്ല, ഈ ഒരാഴ്ചയിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവരുടെ സഹോദരിമാരെ ചൊല്ലിയോ അല്ലെങ്കിൽ സ്ത്രീ സുഹൃത്തിനെ ചൊല്ലിയോ അല്ലെങ്കിൽ മാതാവിനെ ചൊല്ലിയോ മകളെ ചൊല്ലിയോ ഒക്കെ മനോവിഷമം ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പ്രത്യേകിച്ചും അവരുടെ വിവാഹ സംബന്ധമായ കാര്യത്തിലോ അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായ കാര്യത്തിലോ ആവാം. ഇതൊന്നും തന്നെ ഗുരുതരമാവില്ല എന്ന് പറയുന്നു. ചിലപ്പോൾ ഒരാഴ്ചയിൽ ഏറ്റവും ലഘുവായൊരു കാര്യം പോലും നമുക്ക് പറയേണ്ടതുള്ളത് കൊണ്ട് ഞാൻ പറയുന്നുവെന്നേ ഉള്ളൂ. കാരണം വ്യാഴ ദൃഷ്ടിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈശ്വരാധീനം ഉണ്ട്. എന്തൊക്കെ പ്രശ്നമുണ്ടായാലും കൃത്യമായ പരിഹാരവുമുണ്ട് എന്ന് തന്നെ കാണണം. ആഴ്ചയുടെ അവസാനത്തെ ദിവസങ്ങളാണ് തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. പ്രത്യേകിച്ച് അവരുടെ മനസ്സിൻ്റെ വൈഷമ്യമൊക്കെ മാറി കുറച്ചുകൂടി ഊർജ്ജസ്വലമായിട്ട് അവർ പോകുന്നതായിട്ടാണ് കാണുന്നത്. തുടക്കത്തെ 2 ദിവസങ്ങൾ ഗുണമാണെങ്കിലും ബുധൻ വ്യാഴം ദിവസങ്ങൾ അത്ര നല്ലതല്ല. പിന്നെ വെള്ളി ശനി ഞായർ ദിവസങ്ങളാണ് കൂടുതൽ ഗുണമായിട്ട് കാണുന്നത്. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ മധ്യഭാഗത്തിന് ശേഷം, അതായത് പകുതിക്ക് ശേഷം കൂടുതൽ സാമ്പത്തിക നേട്ടവും പ്രവർത്തന വിജയവും ആളുകളിൽ വിശ്വാസവും ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളിൽ വിജയവുമൊക്കെ ഉണ്ടാകുന്നു. അതുകൊണ്ട് നമുക്ക് ആഴ്ചയിലെ തുലാക്കൂറിൻ്റെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 8, 9 ഉച്ചവരെ നല്ലതാണ്. പിന്നെ 12ഉം 13ഉം നല്ലതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം
ഇതാണ് ഏറ്റവും ഗുണമുള്ള, താരതമ്യേന ഗുണമുള്ള ഈ ആഴ്ചയിലെ ദിവസങ്ങൾ. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. തുടക്ക ദിവസം സാമ്പത്തികമായിട്ട് കുറച്ച് അധിക ചിലവ് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും വീട്ടിലെ കുടുംബകാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഇവരുടെ സ്ത്രീ ബന്ധങ്ങൾക്കോ, അതായത് മാതാവിൻ്റെ ആരോഗ്യാവസ്ഥയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ വീടുമായി ബന്ധപ്പെട്ടുള്ള ചില നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മകൾ, സഹോദരി, ഭാര്യ ഇവരുടെയൊക്കെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലേഡി സുഹൃത്തിന് വേണ്ടിയോ ഒക്കെ ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് പണസംബന്ധമായ ചിലവ് കാണുന്നു. തിരിച്ച് പുരുഷന്മാരാണെങ്കിൽ, തിരിച്ച് സ്ത്രീകളാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ടതെങ്കിൽ അവർക്കും പുരുഷന്മാരുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതല്ലെങ്കിൽ പ്രശ്നങ്ങൾ മീൻസ് സാമ്പത്തികമായിട്ടുള്ള ചില ചിലവുകൾ വരാം. അതല്ലെങ്കിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അവരുടെ മാതാവിന് ദോഷമുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. നീർദോഷ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ചും ഈ തൊണ്ട, അതുപോലെ തന്നെ കഫപ്രകൃതിയുള്ള ചില ശരീരങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സൈനസൈറ്റിസ് പോലുള്ള തലവേദന ഒക്കെ ഇടയ്ക്ക് വരിക, സൈനസൈറ്റിസ് പോലുള്ള അസുഖങ്ങളുള്ളവർ, ഇവർക്കൊക്കെയാണ് ഇത് മൂർച്ഛിക്കാൻ, അതായത് വർദ്ധിക്കാൻ സാധ്യത. എന്നാൽ ആ 2 ദിവസം കഴിഞ്ഞ് ചൊവ്വാഴ്ച മുതൽ കൂടുതൽ ഗുണം കാണുന്നു. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഊർജ്ജസ്വലത കൈവരുന്നു. മനസ്സ് നന്നായി ഉന്മേഷഭരിതമാകുന്നത് കൊണ്ട് കർമ്മരംഗത്ത് നന്നായിട്ട് ശോഭിക്കാൻ സാധിക്കുന്നു. മാത്രമല്ല ഇവർക്ക് ഇവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്നൊക്കെ സഹായവും സാമ്പത്തിക ഗുണവുമൊക്കെ കിട്ടുന്ന ദിവസങ്ങൾ കൂടിയാണിത്. പെട്ടെന്നൊരു യാത്രയോ ചില തീരുമാനങ്ങളോ ഒക്കെ ഉണ്ടാകും, അതിൽ നിന്നൊക്കെ ഗുണം കാണുന്നുണ്ട്. നല്ല വസ്ത്രമോ അതുപോലെ തന്നെ മറ്റേതെങ്കിലും വിലപിടിപ്പുള്ള സമ്മാനങ്ങളോ ഒക്കെ ഇവർക്കിപ്പോൾ ലഭിക്കാം. അതുകൊണ്ട് തന്നെ മനസ്സിന് സന്തോഷം ലഭിക്കുന്നൊരു അവസ്ഥ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടം കാണുന്നു. അത് സമ്മാനങ്ങളായി വരാം, ചിലപ്പോൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, വസ്ത്രം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കലാമേന്മയുള്ള വസ്തുക്കൾ, ഇതൊക്കെ കിട്ടാം. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താം. വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ് ഒക്കെ വളരെ നന്നായിട്ട് ഒരുക്കി വയ്ക്കുന്നതും കാണുന്നു. പൊതുവെ ഗുണകരം തന്നെ ആണെങ്കിലും ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 9-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 10, 11, പിന്നെ 14-ാം തീയതിയും ഗുണമുള്ള ദിവസമാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. സ്വാഭാവികമായിട്ടും ഇവർക്ക് ഇപ്പോൾ കർമ്മരംഗത്ത് വളരെ ഗുണം കാണുന്നുണ്ട് ഈ ഒരാഴ്ച. ഏതെങ്കിലുമൊക്കെ സ്ത്രീയുടെ സഹായത്തോടു കൂടി, ചിലപ്പോൾ അത് മേലധികാരികളാകാം അല്ലെങ്കിൽ ഇവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തോ സഹപ്രവർത്തകയോ ആകാം, ആ സ്ത്രീകളിൽ നിന്ന് വലിയ ഗുണം ഇപ്പോൾ ഇവർക്ക് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് തങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വിഷമസന്ധിയിലായിരുന്നെങ്കിൽ അതൊക്കെ മാറ്റാൻ തങ്ങളുടെ മേലധികാരികൾക്ക്, സ്ത്രീകൾക്ക് സാധിക്കുന്നു. അതുമല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തിന് അത് സാധിക്കുന്നു. മാതൃകുടുംബത്തിൽപ്പെട്ട ബന്ധുക്കളുടെ സഹായം വരുന്നു. സാമ്പത്തികമായിട്ടുള്ള ലാഭം പ്രവർത്തനങ്ങളിൽ നിന്ന് കിട്ടുന്നു. കർമ്മരംഗത്ത് കുറച്ചുകൂടി ഈസി മൈൻഡഡായിട്ട് അവർക്ക് പോകാൻ സാധിക്കുന്നു. കഴിഞ്ഞ കുറച്ച് നാളായി ഏതെങ്കിലും തരത്തിലുള്ള അപഖ്യാതിയോ പ്രശ്നങ്ങളോ ഒക്കെ ഇവരെ ചുട്ടു നീറ്റിയിരിക്കാം. ആ അവസ്ഥ മാറുന്നുണ്ട് താൽക്കാലികമായിട്ടെങ്കിലും. അതുകൊണ്ട് ശുക്രൻ്റെ നിലപാട് എന്തായാലും അവർക്ക് ഗുണമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ചില അഭിമുഖങ്ങളിലോ ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നേരിട്ട് കണ്ട് നിജസ്ഥിതി ഉറപ്പാക്കലോ ഒക്കെയുള്ള പരീക്ഷകൾ, അഭിമുഖങ്ങൾ, ഇതിലൊക്കെ ഇവർക്കിപ്പോൾ നന്നായി ശോഭിക്കാൻ സാധിക്കുന്നു. അതിലൊക്കെ വിജയിക്കാൻ സാധിക്കുന്നു. വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിലും ഗുണം കാണുന്നുണ്ട്. ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക്, സഹോദരി പുത്രന്മാർക്കോ അല്ലെങ്കിൽ ഇവരുടെ തന്നെ മക്കൾക്കോ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ വലിയ വിജയം നേടാൻ സാധിക്കുന്നു. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള ലാഭം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആഴ്ചയുടെ പകുതിക്ക് ശേഷവും കൂടുതൽ ഗുണം കാണുന്നു. പൊതുവെ പ്രവർത്തനങ്ങളിൽ വിജയവും സാമ്പത്തിക ലാഭവുമാണ് ഇവർക്ക് ഈ ആഴ്ച എടുത്തു പറയത്തക്കത്. പ്രവർത്തന രംഗത്ത് കുറച്ചുകൂടി അവർക്ക് നന്നായി ഇടപഴകാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 8, 9 ഉച്ചവരെയും തിരിച്ച് 12, 13 ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് മകരക്കൂർ. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം ഔട്ടത്തിൻ്റെ ആദ്യത്തെ അര. മകരക്കൂറിന് വ്യാഴത്തിൻ്റെ 5ലെ നിലയാണ് ഏറ്റവും ഗുണമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ഏകദേശം 4 ദിവസങ്ങളോളം വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ടുള്ള നേട്ടമാണ് കാണുന്നത്. അതായത് ഞായറാഴ്ച തൊട്ട് ഏകദേശം വെള്ളിയാഴ്ച വരെ സാമ്പത്തികമായിട്ടുള്ള നല്ല ഒരു രീതി കാണുന്നു. കർമ്മരംഗത്ത് നന്നായിട്ട് ഇവർക്കിപ്പോൾ ശോഭിക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ്. അതായത് തങ്ങളുടെ ജോലി കൃത്യമായി ഏറ്റവും നന്നായി ചെയ്യാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു. അത് സർക്കാർ ജോലിയായാലും സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിയായാലും താൽക്കാലികമായി കിട്ടിയ ഏതെങ്കിലും പ്രോജക്റ്റ് ആയാലും നിത്യേന ചെയ്യുന്ന ജോലിയായാലും അവർക്കിപ്പോൾ അതിൽ നല്ല നേട്ടം കാണുന്നുണ്ട്.
സാമ്പത്തികമായിട്ടുള്ള ലാഭവും കാണുന്നു. അല്ലെങ്കിൽ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത് ആ കാര്യങ്ങളൊക്കെ ഈ ആഴ്ചയിലെ ആദ്യത്തെ 4-5 ദിവസങ്ങൾക്കുള്ളിൽ നേടാൻ ഇവർക്ക് സാധിക്കുന്നു. പൊതുവെ ഗുണകരം തന്നെയാണ്. പക്ഷേ ആഴ്ചയുടെ അവസാനത്തെ 1-2 ദിവസം ഇവർക്ക് ശാരീരികമായ ചെറിയ ചില അവശതകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ചും നീർദോഷ സംബന്ധമായോ അല്ലെങ്കിൽ അലർജി അസുഖമായോ ചുമ, പനി പോലുള്ള കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ റെസ്റ്റ് എടുക്കേണ്ടിയൊക്കെ വന്നേക്കാം. അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ ഏതെങ്കിലും അനാരോഗ്യ പ്രശ്നങ്ങളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഇവർക്ക് ജോലിയിൽ പോകാതിരിക്കാനോ അത്തരം ചില വിശ്രമവേളകളിലേക്ക് കടക്കാനോ ഒക്കെ സാധിക്കേണ്ടി വരും. അത്തരം കാര്യങ്ങളാണ് ഇവരെ അവസാന ദിവസങ്ങളിൽ അലട്ടുന്നത്. ബാക്കി പൊതുവെ ഇവർക്ക് ഗുണകരം തന്നെയാണ്. അപ്പോൾ ഭൂരിപക്ഷം ദിവസങ്ങളും ഈ ആഴ്ചയിൽ സാമ്പത്തിക ലാഭത്തിനും പ്രവർത്തന വിജയത്തിലും ഒക്കെ ഗുണമാണ്. മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ആഴ്ച തന്നെയാണ്. അവസാന ദിവസങ്ങൾ ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 8, 9, 10, 11 ദിവസങ്ങൾ ഗുണകരമാണ്. പിന്നെ 14 താരതമ്യേന ഗുണമുള്ള ദിവസമാണ്. അടുത്തത് കുംഭക്കൂർ. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്കത്തെ 2 ദിവസങ്ങൾ പിതാവുമായി ബന്ധപ്പെട്ട് ചെറിയ ചില പ്രശ്നങ്ങൾ, ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളിലൊക്കെ കൂടെ പോകാൻ പറ്റേണ്ടി വരും. അതിൻ്റേതായ മാനസിക വിഷമങ്ങളോ ശാരീരിക വിഷമങ്ങളോ ഉണ്ടാകാം. അതുപോലെ ചില യാത്രകൾ ഇവർ പ്ലാൻ ചെയ്തിരുന്നു ഈ 2 ദിവസങ്ങൾ, അത് ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വന്നേക്കാം. വിദ്യാർത്ഥികളാണെങ്കിൽ തങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നതിന് ആദ്യത്തെ 2 ദിവസങ്ങൾ തടസ്സമാണ് കാണുന്നത്. ചില ചെറിയ ഈശ്വരാധീനക്കേടുകൾ ഈ ആദ്യത്തെ 2 ദിവസങ്ങൾ ഉണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട്, പ്രത്യേകിച്ചും ചൊവ്വാഴ്ച മുതൽ വളരെ ഗുണം കാണുന്നു. എന്താണോ തടസ്സപ്പെട്ടിരുന്നത് അതൊക്കെ ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ സാമ്പത്തികത്തിന് എന്തെങ്കിലും വിഘ്നം വന്നിരുന്നെങ്കിൽ അത് മാറുന്നു. പിതാവിൻ്റെ രോഗത്തിന് ശാന്തി ഉണ്ടാകുന്നു, മനസ്സമാധാനം ഉണ്ടാകുന്നു. തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നന്നായി അവർക്ക് ഇപ്പോൾ ഇടപഴകാൻ സാധിക്കുന്നു. അതുകൊണ്ട് കർമ്മരംഗത്ത് നന്നായി തിളങ്ങാൻ സാധിക്കുന്നത് കൊണ്ട് സാമ്പത്തികമായ ലാഭം ഇവർക്കുണ്ടാകുന്നു. ആഴ്ചയുടെ അവസാനത്തെ 3 ദിവസങ്ങളും സാമ്പത്തികമായി നല്ല ഗുണമാണ് കാണുന്നത്. മനസ്സിന് സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നു. പൊതുവെ ഗുണകരം തന്നെയാണ്. ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ഇവരെ സംബന്ധിച്ചിടത്തോളം തുടയെല്ലിനോ തുടയിലെ മാംസത്തിനോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള മുറിവോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ കൈമുട്ട്, ഈ ജോയിൻറ്റ് പെയിനൊക്കെ കൊണ്ട് വലിയ അസ്വസ്ഥതകൾ ഉണ്ടാകാം. പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ. അവസാന ദിവസമാണ് പ്രധാനമായിട്ടത് കാണുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അത്തരക്കാർ. അത്തരം അസുഖങ്ങൾ നേരത്തെ ഉള്ളവർ കൃത്യമായ ചികിത്സകൾ തേടുക. പുതുതായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ ഒരു ആരോഗ്യ വിദഗ്ധൻ. കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യം ദാമ്പത്യ ബന്ധങ്ങളിൽ ഉണ്ടാകാവുന്ന ചെറിയ പ്രശ്നങ്ങളാണ്. 6-ൽ സൂര്യനും 8-ൽ ശുക്രനുമാണ് സഞ്ചരിക്കുന്ന ആ കാര്യം മറക്കാതിരിക്കുക. അതുകൊണ്ട് വീട്ടിൽ അങ്ങേയറ്റം സൗമ്യതയോടുകൂടിയും പങ്കാളിത്തത്തോടു കൂടിയും പ്രവർത്തിക്കുക. ആത്മാർത്ഥത കൈവിടാതിരിക്കുക. വശ്യതാബന്ധം പുലർത്താനും ശ്രമിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 9 ഉച്ചയ്ക്ക് ശേഷം 10, 11, 12, 13 ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് മീനക്കൂർ. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ശാരീരികമായ ചില അവശതകൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും കഫപ്രകൃതിയുള്ളവർ, അതായത് ഏതെങ്കിലും തരത്തിൽ തണുപ്പോ അതുപോലെ തന്നെ കൂടുതൽ ജലസാന്നിധ്യമോ ഉണ്ടെങ്കിൽ ശരീരത്തിൽ വന്നാൽ അതുകൊണ്ട് പ്രശ്നമുണ്ടാകാവുന്നവർ സൂക്ഷിക്കണം ഈ ആഴ്ച. അതുപോലെ തന്നെ തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളുടെ മനസ്സിൽ ശത്രുത ഉണ്ടാക്കുന്ന തരത്തിൽ പെരുമാറാൻ ഇവർക്ക് ഈ ആഴ്ച, അതുപോലെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട് ശത്രുതയുണ്ടാകുന്ന തരത്തിൽ, പ്രത്യേകിച്ചും സ്ത്രീകളുമായി ശത്രുതയുണ്ടാകുന്ന തരത്തിൽ പെരുമാറുന്ന ചില അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് വാക്കുകൾ, പ്രവർത്തനങ്ങൾ, പെരുമാറ്റങ്ങൾ വളരെ സൂക്ഷിക്കുക. പ്രത്യേകിച്ചും സ്ത്രീകളോട് ഈ നക്ഷത്രക്കാർ. അതുപോലെ തിരിച്ചും ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളും തങ്ങൾക്ക് ഓപ്പോസിറ്റ് സെക്സുമായി പ്രവർത്തിക്കുമ്പോൾ, അവരുമായി സംസാരിക്കുമ്പോഴൊക്കെ വളരെ നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ ബന്ധങ്ങളിൽ ചിലപ്പോൾ അകൽച്ചയുണ്ടാവാം, കലഹമുണ്ടാവാം. ഇതുമായി ബന്ധപ്പെട്ട് കോടതി കേസ് ഇതൊക്കെ ചിലപ്പോൾ അതിൻ്റെ തുടക്കമാകാം. ആദ്യത്തെ 2 ദിവസങ്ങൾ എന്തെങ്കിലും ചെറിയ പാകപ്പിഴകൾ ഗുരുതരമായ ചില അവസ്ഥകളിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കാണുന്നു. നീർദോഷ സംബന്ധമായ അസുഖത്തെക്കുറിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞു. പക്ഷേ ആഴ്ചയുടെ ചൊവ്വാഴ്ച ദിവസം ഉച്ചയ്ക്ക് ശേഷം തൊട്ട് കാര്യങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട്. എന്നാലും അപ്പോഴും ഇവരുടെ പിതൃസമാനരായ വ്യക്തികൾക്കോ പിതാക്കൾക്കോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള ദോഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ അച്ഛൻ, അവർ അല്ലെങ്കിൽ അച്ഛൻ്റെ സമാനരായ, അച്ഛന് തുല്യരായ വ്യക്തികൾ, കാരണവസ്ഥാനത്തുള്ളവർ, അവർക്കൊക്കെ അച്ഛൻ്റെ ബന്ധുക്കൾ, അവർക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. മാറ്റി വച്ചിരുന്ന യാത്ര വീണ്ടും 1-2 ദിവസത്തേക്ക് കൂടി ചിലപ്പോൾ മാറ്റിവെക്കേണ്ടതായിട്ട് വരാം. അങ്ങനെയും ചില കാര്യങ്ങൾ കാണുന്നുണ്ട്. വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിലും ഒരു ചെറിയ ചേഞ്ച്, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ചിലപ്പോൾ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ 1-2 മാറ്റങ്ങൾ വന്നേക്കാം. എന്നാലും ബുധനാഴ്ച വൈകുന്നേരത്തിന് ശേഷം കാര്യങ്ങളിൽ വലിയ മാറ്റം കാണുന്നു. പ്രവർത്തനങ്ങളിൽ വിജയവും സാമ്പത്തിക നേട്ടവും കാണുന്നുണ്ട്.
പ്രത്യേകിച്ചും തങ്ങളുടെ കർമ്മരംഗത്ത് കൂടുതൽ നന്നായി ശോഭിക്കാൻ സാധിക്കുന്നത് ഇവർക്ക് വ്യാഴാഴ്ച തൊട്ടാണ്. ആഴ്ചയുടെ കുറേ ദിവസങ്ങൾ കടന്നുപോയല്ലോ എന്നുള്ള വ്യസനമൊന്നും വേണ്ട. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പ്രവർത്തനങ്ങളിൽ വിജയവും നല്ല സാമ്പത്തിക നേട്ടവും കാണുന്നുണ്ട്. ഇവരുടെ യഥാർത്ഥ വിജയം ഈ 3 ദിവസങ്ങൾ തന്നെയാണ്. സാമ്പത്തികമായ നേട്ടം തീർച്ചയായിട്ടും ഉണ്ടാകും. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് നല്ല രീതിയിൽ അത് കാഴ്ചവെക്കാനും സാധിക്കും. തങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് ഏറ്റവും ആത്മാർത്ഥമായിട്ട് തങ്ങളുടെ പ്രവർത്തന രംഗത്തെ ഇവർക്ക് തിളക്കമാർന്നതാക്കാൻ സാധിക്കുന്നതാണ് ഈ 3 ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടവുമുണ്ട്. ചില ആഗ്രഹിച്ച കാര്യങ്ങളും ഈ ദിവസങ്ങളിലാണ് നടക്കുക. തുടക്ക ദിവസങ്ങളിൽ അതിന് വിഘാതമുണ്ടായേക്കാം. ഏതായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 12, 13, 14 ആണ്. ഓം ശനീശ്വരായ നമ എന്ന് ജപിക്കുക. ശനിയാഴ്ച ദിവസം വ്രതശുദ്ധി പാലിക്കുക. കറുത്ത വസ്ത്രം സാധിക്കുമെങ്കിൽ ധരിക്കുക. ശനിയാഴ്ച ദിവസം രാവിലെ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലോ നവഗ്രഹങ്ങളിൽ ശനീശ്വരൻ്റെ പ്രതിഷ്ഠയ്ക്ക് മുമ്പിലോ സൂര്യോദയം തൊട്ട് 1 മണിക്കൂറിനകം പോയി ദർശനം നടത്തുന്നത് വളരെ ഉത്തമം. അതുപോലെ ഏറ്റവും പ്രധാനം ജപമാണ്. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. കാക്കയ്ക്കിടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക. തെരുവുനായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. നീരാഞ്ജനം സമർപ്പിക്കുക. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുക. വ്യാഴദോഷ പരിഹാരത്തിന് മഞ്ഞപ്പട്ട് സമർപ്പിക്കുക. വ്യാഴാഴ്ച ദിവസം വിഷ്ണുസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ നെയ്വിളക്ക് കത്തിക്കുക. പാൽപ്പായസ നൈവേദ്യം, ഇതെല്ലാം നല്ലതാണ്. മറ്റൊന്ന് ഓം നാഗായ നമ. നാഗ ദൈവങ്ങൾക്ക് നൂറും പാലും സമർപ്പിക്കുക. അതുപോലെ ദിവസങ്ങളിൽ ഈ ആയില്യത്തിൻ്റെ ദിവസങ്ങളിലോ ഈ നക്ഷത്രക്കാർക്ക് ദോഷം അനുഭവിക്കുന്ന നക്ഷത്രക്കാരുടെ പക്കനാടിനോ ഒക്കെ നൂറും പാലും കൊടുക്കുക. ഓം ഗം ഗണപതയെ നമ എന്നോ ഓം ശ്രീ മഹാഗണപതയെ നമ എന്നോ കേതുദോഷ പരിഹാരത്തിന് ദർശനം നടത്തുക. ഗണപതിക്ക് കറുകമാല അർപ്പിക്കുക. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.